ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാർഡ് മൂവ് ആണ് എന്ന് പറഞ്ഞത്. നമ്മളിത് ഇപ്പോൾ കാർഡ് ഹിസ്റ്ററി പഠിക്കാൻ ആഗ്രഹമുള്ളവർ, അതുപോലെ തന്നെ പിന്നെ കാർഡ് മാജിക്കിലൊക്കെ താല്പര്യമുള്ളവർക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു മൂവാണ് കാർഡ് ഡ്രിബിൾ. അപ്പോൾ സംഭവം ഇതാണ്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാർഡ് ഡ്രിബിൾ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയ ആൾക്കാരെ വെച്ചെങ്കിൽ ഇപ്പോൾ തന്നെ അടിപോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ മുഖേന. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നോക്കി വെച്ചാൽ നമുക്ക് രണ്ട് തരത്തിൽ കാർഡ് ഡ്രിബിൾ ചെയ്യാം. ഒന്ന് പറഞ്ഞാൽ കോർണർ പിടിച്ചിട്ടുള്ള ഒരു ഡ്രിബിളാണ് ഇതൊരു ഡ്രിബിൾ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഡ്രിബിൾ, രണ്ട് തരത്തിൽ ഡ്രിബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഡ്രിബിൾ ഞാൻ ഒന്ന് വെറുതെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഇത് ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ രണ്ടാമത്തെ ഈ ഡ്രിബിളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് ഫസ്റ്റ് ചെയ്ത ഡ്രിബിൾ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ മിഡിൽ ഫിംഗർ പോലത്തെ തമ്പ് ഉപയോഗിച്ചിട്ട് കോർണേഴ്സ് പിടിക്കുക. അപ്പോൾ തന്നെ നമ്മളെ എന്താ പറയുക ഇൻഡെക്സ് നമ്മളിങ്ങനെ മടക്കി പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചെറുതായിട്ട് പുഷ് കൊടുക്കുക. നമ്മളിങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അത്ര നന്നായിട്ട് അകന്ന് പോകരുത്. അപ്പോൾ നമുക്ക് ഇത് റിലീസ് ചെയ്യുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി തുമ്പ് ഭാഗത്തായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് റിലീസ് ചെയ്യണ പറ്റുന്ന തരത്തിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇൻഡെക്സ് മടക്കിയിട്ട് നമ്മളിങ്ങനെ ചെറുതായി പുഷ് കൊടുക്കുക. നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തമ്പിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്യുക ഓരോന്നായിട്ട്. അപ്പം തന്നെ നമ്മൾ മിഡിൽ ഫിംഗറും തമ്പും റിലീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുക നമുക്ക്. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം, ഇടത് കൊണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതാണ് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ട്രിബിൾ ഞാൻ അത്ര ഉപയോഗിക്കാറില്ല. ഞാൻ രണ്ടാമത്തെ ട്രിബിളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ കാരണം ഫസ്റ്റത്തെ ട്രിബിൾ വെച്ചാൽ അത്ര വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മൂന്ന് ഫിംഗേഴ്സും നമ്മൾ പിങ്ക്, അതുപോലെ തന്നെ റിങ്, മിഡിൽ ഫിംഗറും അതുപോലെ തമ്പും ഇങ്ങനത്തെ ഒരു പൊസിഷൻ പിടിക്കുക. തമ്പ് ഇങ്ങനെ കോർണറായിട്ട് പിടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഇൻഡെക്സ് മടക്കി പിടിച്ചു. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തന്നെ പിടിക്കുക. എന്നിട്ട് ഈ പൊസിഷനായിരിക്കണം ഉണ്ടാവേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്ത പോലെ ഈ എന്താ പറയുക ഇൻഡെക്സ് നമ്മൾ നീട്ടി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക. ഇത് നമ്മൾ 1 by 1 ആയിട്ട് ഓരോന്നായിട്ടിടുക. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിങ്ങനെ പൊസിഷനിൽ പിടിക്കുക. ഇതെല്ലാം തുമ്പ് ഭാഗത്തായിട്ടിരിക്കണം. അതുപോലെ തന്നെ ഇൻഡെക്സ് ഇങ്ങനെ നേരെ ഇരിക്കണം. നമ്മൾ കുറച്ച് ചെറുതായിട്ട് പുഷ് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുക. നമ്മളിപ്പോൾ നമ്മൾ സാധാരണ ബുക്ക് നമ്മളിങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ മറക്കുക, അങ്ങനെ അതേപോലെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് നമ്മൾ കുറച്ചിങ്ങനെ ഗ്യാപ്പ് ഇട്ട് ചെയ്യാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് ഇങ്ങനെ മറക്കണ പോലെ ചെയ്യുക, ഇങ്ങനെ ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അകന്ന് പോവുക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി വെച്ചാൽ ഇൻഡെക്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് അതും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ 3 ഫിംഗേഴ്സ് അതുപോലെ തന്നെ തമ്പ് ഇങ്ങനെ ഈ തുമ്പ് ഭാഗത്തായിട്ട് ഇങ്ങനത്തെ പൊസിഷനിൽ പിടിക്കുക. നമ്മളെ ഇൻഡെക്സ് നേരായിട്ട് പിടിക്കുക. ചെറുതായിട്ട് ഇങ്ങനെ പുഷ് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ഫസ്റ്റ് വിട്ട് പിടിക്കുക. നമ്മളൊപ്പം തന്നെ കൈ മൂവ്മെൻ്റ് ആവണം. ഓരോ ഇടുന്നതിനനുസരിച്ച് നമ്മൾ കൈ ഇൻഡെക്സ് അതുപോലെ തന്നെ ഓരോ ഫിംഗേഴ്സും മൂവ്മെൻ്റ് ആവണം. ഞാൻ കൂടുതൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ പഠിച്ച ഡ്രിബിളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പലതരം വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഡ്രിബിൾസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അനക്കോണ്ട ഡ്രിബിൾ നമ്മൾ ഈ പൊസിഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അനക്കോണ്ട ഡ്രിബിളിനുള്ള ട്യൂട്ടോറിയൽ ഞാൻ തനിച്ചുണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഡ്രിബിളായിരിക്കും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനക്കോണ്ട ഡ്രിബിളും ഈസിയായി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് അറിയാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കണ്ടുകൊണ്ട് നമുക്ക്